എത്ര തപ്പിയിട്ടും മൊബൈൽ കളിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സർവൈവൽ ഗെയിംസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളും എന്നെ പോലെ ഒരു ഹാർഡ് കോർ സർവൈവൽ ഫാൻ ആണെങ്കിൽ ഈ വീഡിയോയിലെ പല ഗെയിംസും നിങ്ങൾ ഇപ്പൊ തന്നെ കളിച്ചു നോക്കും. കാരണം ഞാൻ അത്രയ്ക്കും കെയർഫുൾ ആയിട്ടാണ് ഗെയിംസ് ഒക്കെ ചൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഗെയിംസിലും നല്ല കിടിലൻ ഗ്രാഫിക്സും അടിപൊളി സർവൈവൽ മെക്കാനിസം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള സർവൈവൽ ഗെയിംസിലെ 10 ബെസ്റ്റ് ഗെയിംസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 10 ബെസ്റ്റ് സർവൈവൽ ഗെയിംസ് ഫോർ മൊബൈൽ. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടും നിങ്ങളുടെ എക്സ്പെക്ടേഷനിലുള്ള ആ ഒരു സർവൈവൽ ഗെയിം നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. സോ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ബട്ടൺ കൂടി നമ്മുടെ തേക്കുക. അപ്പോൾ ഒട്ടും മിസ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലിസ്റ്റിലെ 10ാമത്തെ ഗെയിമാണ് ടുമോറോ. ഇതൊരു കിടിലൻ സർവൈവൽ മൾട്ടിപ്ലെയർ ഗെയിമാണ്. സോംബികളും ഡേഞ്ചറസ് ആയ ജീവികളും ഓൺലൈൻ പ്ലേയേഴ്സും എല്ലാം നിറഞ്ഞ ഒരു പോസ്റ്റ് അപ്പോകലിപ്റ്റിക് ലോകത്താണ് ഗെയിം നടക്കുന്നത്. റിസോഴ്സ് കളക്ട് ചെയ്യാനും വെപ്പൺ ക്രാഫ്റ്റ് ചെയ്യാനും ബേസ് ബിൽഡ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന്റെ ഒപ്പം ടീമായി സർവൈവ് ചെയ്യാനും പറ്റും. ഗെയിമിന്റെ ഗ്രാഫിക്സ് ഒക്കെ വളരെ അടിപൊളിയാണ്. അത് മാത്രമല്ല നല്ലൊരു ഹ്യൂജ് ഓപ്പൺ വേൾഡുമാണ് ഗെയിം പ്രൊവൈഡ് ചെയ്യുന്നത്. ഗെയിമിൽ കൊടുത്തിരിക്കുന്ന കോമ്പാറ്റ്സ് ഒക്കെ വളരെ ഡീസന്റ് ആണ്. ചില ടൈമിൽ റിസോഴ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ ഗ്രൈൻഡ് ചെയ്യേണ്ടിയും വരും. പ്ലേ സ്റ്റോറിൽ 3.8 സ്റ്റാർ റേറ്റിംഗും 1 crore പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണിത്. അപ്പോൾ ഗെയിം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 9ാമത്തെ ഗെയിമാണ് ഓക്സൈഡ് സർവൈവൽ ഐലൻഡ്. ഇതും ഒരു മൾട്ടിപ്ലെയർ സർവൈവൽ ഗെയിമാണ്. ആൻഡ് മൊബൈൽ കിട്ടാന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റ് സ്റ്റൈൽ സർവൈവൽ ഗെയിം. ഗെയിമിൽ നമ്മൾ റിസോഴ്സ് കളക്ട് ചെയ്യണം, ടൂൾ ക്രാഫ്റ്റ് ചെയ്യണം, പിന്നെ സ്വന്തമായി ബേസ് ഒക്കെ ബിൽഡ് ചെയ്ത് മറ്റ് പ്ലേസിൽ നിന്നും പ്രൊട്ടക്റ്റും ചെയ്യണം. ഗെയിമിന്റെ ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ PvP ഫൈറ്റുകളും ബേസ് റൈഡുകളും ഒക്കെ ഉള്ളത് കൊണ്ട് ഗെയിം കുറച്ചുകൂടി ത്രില്ലിംഗ് ആയി തോന്നും. ബിഗിനേഴ്സിനൊക്കെ ഈ ഗെയിം കളിക്കാൻ നല്ല പോലെ പാടായിരിക്കും. എന്നാലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഈ ഗെയിം കളിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പ്ലേ സ്റ്റോറിൽ 4.4 സ്റ്റാർ റേറ്റിംഗും 1 crore പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണിത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ളൊരു ഗെയിമാണിത്. അതുകൊണ്ട് ഈ ഗെയിം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 8ാമത്തെ ഗെയിമാണ് റേഡിയേഷൻ സിറ്റി. ഇതൊരു കിടിലൻ ഓപ്പൺ വേൾഡ് സർവൈവൽ ഗെയിമാണ്. ചെർണോബിൽ എന്ന ദുരന്തത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട ഒരു സിറ്റിയിലാണ് ഗെയിം നടക്കുന്നത്. ഫുഡും വാട്ടറും വെപ്പണും ഒക്കെ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് റേഡിയേഷനെയും ഡേഞ്ചറസ് ആയ ജീവികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകണം. ഗെയിമിന്റെ ഗ്രാഫിക്സും അറ്റ്മോസ്ഫിയറും ഒക്കെ വളരെ ഇമ്മേഴ്സീവ് ആണ്. ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിംഗ് എക്സ്പ്ലോർ ചെയ്യാനും മറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കണ്ടെത്താനും പോകുന്നത് കൊണ്ട് ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. ഇതൊരു സിംഗിൾ പ്ലെയർ ഗെയിമാണ്. അതുകൊണ്ട് മൾട്ടിപ്ലെയർ ഓപ്ഷൻ ഗെയിം പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്ലേ സ്റ്റോറിൽ 3.3 സ്റ്റാർ റേറ്റിംഗും 5 lakh പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു സിംഗിൾ പ്ലെയർ സർവൈവൽ ഗെയിമാണ് വേണ്ടതെങ്കിൽ ഈ ഗെയിം ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 7ാമത്തെ ഗെയിമാണ് ലാസ്റ്റ് ഐലൻഡ് ഓഫ് സർവൈവൽ. മൊബൈൽ തന്നെ വളരെ ഫേമസ് ആയ ഒരു മൾട്ടിപ്ലെയർ സർവൈവൽ ഗെയിമാണിത്. ഒരു ഐലൻഡിൽ മറ്റു പ്ലേയേഴ്സിനൊപ്പം സർവൈവ് ചെയ്യുന്നതാണ് ലക്ഷ്യം. റിസോഴ്സ് കളക്ട് ചെയ്ത് വെപ്പണും ടൂൾസും ഒക്കെ ക്രാഫ്റ്റ് ചെയ്യണം. സ്വന്തമായി ബേസ് ബിൽഡ് ചെയ്യണം. ബേസ് റൈഡുകളിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. ഗെയിമിന്റെ ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ PvP ഫൈറ്റുകൾ, ബേസ് റൈഡുകൾ, ക്ലാൻ സിസ്റ്റം ഒക്കെ ഉള്ളത് കൊണ്ട് ഗെയിം വളരെ ത്രില്ലിംഗ് ആയി തോന്നും. പിന്നെ ഫ്രണ്ട്സിനൊപ്പം കളിക്കുമ്പോൾ അതിലും അടിപൊളിയായി തോന്നും. പ്ലേ സ്റ്റോറിൽ 4.2 സ്റ്റാർ റേറ്റിംഗും 1 crore പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണിത്. അപ്പോൾ ഗെയിം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 6ാമത്തെ ഗെയിമാണ് ജസ്റ്റ് സർവൈവൽ മൾട്ടിപ്ലെയർ. ഗെയിമിന്റെ പേര് പോലെ തന്നെ ഇതൊരു കിടിലൻ ഓപ്പൺ വേൾഡ് മൾട്ടിപ്ലെയർ സർവൈവൽ ഗെയിമാണ്. ഗെയിമിൽ നമ്മൾക്ക് റിസോഴ്സ് കളക്ട് ചെയ്യാനും വെപ്പൺ ക്രാഫ്റ്റ് ചെയ്യാനും ബേസ് ബിൽഡ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ബേസ് ഒക്കെ മറ്റു പ്ലേയേഴ്സിൽ നിന്നും പ്രൊട്ടക്റ്റും ചെയ്യണം. ഫ്രണ്ട്സിന്റെ ഒപ്പം ടീമായി കളിക്കാനും PvP ഫൈറ്റുകളിൽ പങ്കെടുക്കാനും ഒക്കെ പറ്റും. ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ സിമ്പിൾ ഗെയിം പ്ലേ സിസ്റ്റം ആണ്. മറ്റ് ഗെയിമുകളിൽ നിന്ന് ഗ്രാഫിക്സ് കുറച്ച് കുറവാണെങ്കിലും ഗെയിം ലോ ആൻഡ് ഡേയ്സിലൊക്കെ നല്ല പോലെ വർക്കാകും. പ്ലേ സ്റ്റോറിൽ 4 സ്റ്റാർ റേറ്റിംഗും 10 lakh പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണിത്. അപ്പോൾ ഗെയിം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 5ാമത്തെ ഗെയിമാണ് അൺബ്രോക്കൺ സർവൈവൽ. ഇതൊരു കിടിലൻ ഓപ്പൺ വേൾഡ് മൾട്ടിപ്ലെയർ സർവൈവൽ ഗെയിമാണ്. സോംബിയും ഡേഞ്ചറസ് ആയ എനിമിയും നിറഞ്ഞ ലോകത്ത് റിസോഴ്സ് കളക്ട് ചെയ്ത് വെപ്പൺ ക്രാഫ്റ്റ് ചെയ്യുകയും സ്വന്തമായി ഒരു ബേസ് ബിൽഡ് ചെയ്ത് സർവൈവ് ചെയ്യുകയും വേണം. ഫ്രണ്ട്സിനൊപ്പം ടീമായി കളിക്കാനും മറ്റു പ്ലേയേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യാനുമുള്ള ഫീച്ചേഴ്സ് ഗെയിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗെയിമിന്റെ ഗ്രാഫിക്സ് ഒക്കെ വളരെ അടിപൊളിയാണ്. ഓപ്പൺ വേൾഡും സർവൈവൽ മെക്കാനിസം ഒക്കെ പ്ലേയേഴ്സിന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. പ്ലേ സ്റ്റോറിൽ 1.9 സ്റ്റാർ റേറ്റിംഗും 10K പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു ഗെയിമാണ് ഇത്. ഗെയിമിന്റെ റേറ്റിംഗിൽ
നിന്നും റിവ്യൂസിൽ നിന്നും അറിയാം ഗെയിം ഇറങ്ങിയ ടൈമിൽ നല്ല ബഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 2026 ആയപ്പോഴേക്കും അവരത് കുറെയൊക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഗെയിം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 4ാമത്തെ ഗെയിമാണ് ഡാർക്കസ്റ്റ് ഡേയ്സ്. ഇതൊരു കിടിലൻ ഓപ്പൺ വേൾഡ് സോംബി സർവൈവൽ ഗെയിമാണ്. സോംബികൾ നിറഞ്ഞ ലോകത്ത് റിസോഴ്സ് കളക്ട് ചെയ്യാനും വെപ്പൺ ക്രാഫ്റ്റ് ചെയ്യാനും വെഹിക്കിൾ ഉപയോഗിക്കാനും മറ്റു പ്ലേയേഴ്സിനൊപ്പം സർവൈവ് ചെയ്യാനും പറ്റും. ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റണ്ണിംഗ് ഗ്രാഫിക്സും ഹ്യൂജ് ഓപ്പൺ വേൾഡുമാണ്. സ്റ്റോറി മിഷൻസ്, ബേസ് മാനേജ്മെന്റ്, വെഹിക്കിൾസ്, പലതരത്തിലുള്ള വെപ്പൺസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഗെയിം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. മൾട്ടിപ്ലെയർ ഓപ്ഷനും ഗെയിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ 4.4 സ്റ്റാർ റേറ്റിംഗും 10 lakh പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണ് ഇത്. ഗെയിം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 3ാമത്തെ ഗെയിമാണ് ആർക്ക് അൾട്ടിമേറ്റ് എഡിഷൻ. മൊബൈൽ കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പൺ വേൾഡ് സർവൈവൽ മൾട്ടിപ്ലെയർ ഗെയിംസിൽ ഒന്ന്. ഡൈനോസർ നിറഞ്ഞ ഒരു വലിയ ലോകത്താണ് ഗെയിം നടക്കുന്നത്. റിസോഴ്സ് കളക്ട് ചെയ്ത് വെപ്പണും ബേസും ഒക്കെ ബിൽഡ് ചെയ്യണം. കൂടാതെ ഡൈനോസറുകളെ ടീം ചെയ്ത് എനിമീസിനെതിരെ ഫൈറ്റ് ചെയ്യിക്കാനും പറ്റും. ഗെയിമിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ കൊടുത്തിരിക്കുന്ന കിടിലൻ ഗ്രാഫിക്സും ഹ്യൂജ് ഓപ്പൺ വേൾഡുമാണ്. പിന്നെ ബേസ് ബിൽഡിംഗ്, ബോസ് ഫൈറ്റ്സ്, ഡിഫറെന്റ് മാപ്സ് ഒക്കെ ഗെയിമിനെ കുറച്ചുകൂടി അഡിക്റ്റീവ് ആക്കുന്നു. പ്ലേ സ്റ്റോറിൽ 4 സ്റ്റാർ റേറ്റിംഗും 50 lakh പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണിത്. അപ്പോൾ ഗെയിം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിസ്റ്റിലെ 2ാമത്തെ ഗെയിമാണ് എർത്ത് റിവൈവൽ. ഒരു കിടിലൻ സയൻസ് ഫിക്ഷൻ ഓപ്പൺ വേൾഡ് സർവൈവൽ ഗെയിമാണ് ഇത്. ഗെയിമിൽ നമ്മൾക്ക് റിസോഴ്സ് കളക്ട് ചെയ്യാനും ഹൈടെക് വെപ്പൺസ് ഉണ്ടാക്കാനും ബേസ് ബിൽഡ് ചെയ്യാനും ഫ്രണ്ട്സിനൊപ്പം മൾട്ടിപ്ലെയർ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ കൺസോൾ ലെവൽ ഗ്രാഫിക്സും സ്മൂത്ത് കോംബാറ്റ്സും ഒക്കെയാണ്. ജെറ്റ് പാക്സ്, ഫ്യൂച്ചറിസ്റ്റിക് വെപ്പൺസ്, വെഹിക്കിൾസ്, ഹ്യൂജ് ഓപ്പൺ വേൾഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ഗെയിം നമ്മൾക്ക് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു ഹെവി ഗെയിം ആയതുകൊണ്ട് ഗെയിം കളിക്കാൻ ഒരു ഡീസന്റ് ഡിവൈസിന്റെ ആവശ്യം ഇവിടെ വരുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ 3.8 സ്റ്റാർ റേറ്റിംഗും 10 lakh പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണിത്. അപ്പോൾ ഗെയിം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ലിസ്റ്റിലെ 1ാമത്തെ ഗെയിമാണ് സബ്നോട്ടിക്ക. ഇതൊരു കിടിലൻ ഓപ്പൺ വേൾഡ് അണ്ടർ വാട്ടർ സർവൈവൽ ഗെയിമാണ്. മറ്റ് സർവൈവൽ ഗെയിമുകളിൽ നിന്നും വളരെ ഡിഫറന്റ് ആയ ഒരു തീമാണ് ഗെയിം ഫോളോ ചെയ്യുന്നത്. ഒരു അന്യഗ്രഹത്തിൽ കുടുങ്ങി പോകുന്ന നിങ്ങൾ ഫുഡ്, വാട്ടർ, ഓക്സിജൻ എന്നിവ മാനേജ് ചെയ്ത് അവിടെ സർവൈവ് ചെയ്യുന്നതാണ് ഗെയിം. ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ഗ്രാഫിക്സും അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷനും ഒക്കെയാണ്. ഓരോ സ്ഥലവും പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് നമ്മൾക്ക് തരുന്നത്. ബേസ് ബിൽഡിംഗ്, ക്രാഫ്റ്റിംഗ്, സ്റ്റോറി എന്നിവ ഗെയിമിനെ കുറച്ചുകൂടി എൻഗേജിംഗ് ആക്കുന്നു. ഇതൊരു സിംഗിൾ പ്ലെയർ ഗെയിമാണ്, അതുകൊണ്ട് മൾട്ടിപ്ലെയർ ഓപ്ഷൻ ഗെയിം പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്ലേ സ്റ്റോറിൽ 4.8 സ്റ്റാർ റേറ്റിംഗും 1 lakh പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു കിടിലൻ ഗെയിമാണിത്. അപ്പോൾ ഗെയിം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഏത് ഗെയിംസിനെ പറ്റിയാണ് പറയേണ്ടതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.